Next paper, Acceleration of Ottoman Turkey Towards the Participation of Muslims in National Movement. Ashik T. Darul Huda Chamad. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇവിടെ അവതരിപ്പിക്കാനുള്ള വിഷയം ആക്സിലറേഷൻ ഓഫ് ഓട്ടോമൻ ടർക്കി ടുവാർഡ് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിംസ് ഇൻ നാഷണൽ മൂവ്മെൻറ്റ്, അഥവാ മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തോട് അടുപ്പിക്കുന്നതിൽ ഓട്ടോമൻ തുർക്കിയുടെ പങ്ക് എന്നുള്ളതാണ്. വിഷയത്തെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരുപാട് കൗതുകമുണ്ടായിരിക്കും. എങ്ങനെയാണ് ഓട്ടോമൻ എംപയർ ഇന്ത്യൻ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ എപ്രകാരമാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഒരുപാട് കൗതുകമുണ്ടായിരിക്കും. ഒരുപക്ഷെ വളരെ യാദൃശ്ചികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആകസ്മികമായിട്ടായിരിക്കാം മുസ്ലിങ്ങളുടെ ഓട്ടോമൻ ഖിലാഫത്തിനോടുള്ള ആ ഒരു കൂറ് ഇവിടെ ദേശീയ പ്രസ്ഥാനത്തിന് വളരെ പോസിറ്റീവായി സംഭവിക്കുകയും അതിൻ്റെ ഫലമായി കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം ഓട്ടോമൻ ടർക്കിയോട് കാണിച്ച ക്രൂരതകളുടെ ഫലമായി കൊണ്ട് മുസ്ലിങ്ങൾ ആ ഒരു ക്രൂരതയോടുള്ള പ്രതികരണം എന്നോണം ദേശീയ പ്രസ്ഥാനത്തിൽ സജീവരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവമാണ് ഇവിടെ ഉന്നയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും മുസ്ലിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിൽ പങ്കെടുക്കുന്നതിൽ തുർക്കി ഖിലാഫത്ത് പങ്കുവഹിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ മതകീയ സ്വത്വമായിരുന്നു അതിന് കാരണം. മുഗൾ ഭരണത്തെ താഴെയിറക്കിക്കൊണ്ട് ഇന്ത്യയിൽ അധികാരമുറപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ അക്കാലത്തെ ആഗോള മുസ്ലിം നേതൃത്വമായിരുന്ന തുർക്കി ഖിലാഫത്തിനെ തകർക്കുന്നതിലും മുൻപന്തിയിലുണ്ടായിരുന്നത് മുസ്ലിങ്ങളെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചു. ഒരുപക്ഷെ മുസ്ലിങ്ങളായിരിക്കാം ആദ്യമായി കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് അതിന് നേതൃത്വം നൽകിയത് മുസ്ലിങ്ങളായിരുന്നു, അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതോടെ മുസ്ലിങ്ങളുടെ ദേശീയ സ്വത്വത്തോടൊപ്പം മതകീയ സ്വത്വവും ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്ത് വരാൻ ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ ദേശീയത എന്ന വികാരത്തോടൊപ്പം തന്നെ മുസ്ലിം ഉമ്മ എന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയും. അതായത് ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും, അവർ ഇന്ത്യക്കാരാവട്ടെ, പാകിസ്ഥാനികളാകട്ടെ, അല്ലെങ്കിൽ തുർക്കികളാവട്ടെ, സൗദി അറേബ്യയിലെ മുസ്ലിങ്ങളാവട്ടെ, എല്ലാവരും സഹോദരന്മാരാണെന്നുള്ള മുസ്ലിം ഉമ്മ എന്ന കൺസെപ്റ്റ് മുസ്ലിം ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്, അന്നും നിലനിന്നിരുന്നു. അതിൻ്റെ ഫലമായി കൊണ്ടാണ് ആ കാലത്ത് മുസ്ലിങ്ങളുടെ ആഗോളമായ ഒരു നേതൃത്വം പേരിലെങ്കിലും അത് വഹിച്ചിരുന്നത് തുർക്കി ഖിലാഫത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മുസ്ലിങ്ങൾ തുർക്കി ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടി യൂറോപ്യൻ ശക്തികൾ വളരെ മുൻപന്തിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യവും അതുപോലെ തന്നെ ഫ്രാൻസുമെല്ലാം അന്ന് ശ്രമിച്ചപ്പോൾ തങ്ങളുടെ ആഗോള നേതൃത്വമായ തുർക്കി ഖിലാഫത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. നാം ആലോചിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എല്ലാ സമയത്തും മുസ്ലിം ഖിലാഫത്തുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. AD 711 ഇന്ത്യയിലേക്ക് അമവി ഖിലാഫത്തിൻ്റെ കാലത്തെ ഹജ്ജാജ് ബിൻ യൂസഫ് അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് ബിൻ ഖാസിമിനെ ഇവിടെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ദാഹിർ എന്ന രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സിന്ധിലായിരുന്നു ഇന്ത്യയിലുള്ള ഉത്തരേന്ത്യയിലെ ഇസ്ലാമിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. അതിനുശേഷം നാം ആലോചിക്കുകയാണെങ്കിൽ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന വിവിധ സുൽത്താൻമാർ, ദൽഹി സുൽത്താൻമാരും അതുപോലെ തന്നെ ഗസ്നവികളും അതുപോലെ ഗോറികളുമെല്ലാം ഇവിടെ ഇന്ത്യയിൽ അവർ ഭരിക്കുമ്പോൾ തന്നെ ആഗോള ഖിലാഫത്തായ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ആ ഒരു മേൽക്കോയ്മ ഇവിടുത്തെ രാജാക്കന്മാർ അംഗീകരിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ സ്ഥാനമേൽക്കുന്ന സമയത്ത് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായ ബാഗ്ദാദിലേക്ക് വിവരമറിയിച്ചുകൊണ്ട് അവരുടെ ആശീർവാദം വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യ സംഘത്തെ അയച്ചുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പക്കൽ നിന്ന് അദ്ദേഹം ആശീർവാദം വാങ്ങിയതായി നമുക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇസ്താംബുൾ ആസ്ഥാനമായിക്കൊണ്ട് ഓട്ടോമൻ ടർക്കിയുടെ ഖിലാഫത്ത് പിറന്ന സമയത്ത് മുമ്പുള്ളതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് മുസ്ലിങ്ങൾ ആഗോള ഖിലാഫത്തുമായി അല്ലെങ്കിൽ തുർക്കി ഖിലാഫത്തുമായി ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി.
1785 ടിപ്പു സുൽത്താൻ ഒരു ദൗത്യ സംഘത്തെ അയച്ച് സുൽത്താൻ്റെ ആശീർവാദം വാങ്ങിയത്. 1877-78 റൂസോ ടർക്കിഷ് യുദ്ധത്തിലും 1897 ഗ്രീക്ക് ടർക്കി യുദ്ധത്തിലും ഇന്ത്യൻ മുസ്ലിങ്ങൾ തുർക്കിയുടെ വിജയത്തിനായി പോരാടിയിരുന്നു. ലോക മുസ്ലിങ്ങളെ മനുഷ്യ ശരീരത്തോട് ഉപമിക്കുകയാണെങ്കിൽ സുൽത്താൻ അതിൻ്റെ മസ്തിഷ്കവും കൽബുമാണെന്നാണ് അഖ്ബാറെ ആമി എന്ന ഉറുദു പത്രം അന്ന് റിപ്പോർട്ട് ചെയ്തത്. അമീറുൽ മുഅ്മിനീൻ, ബാദ്ഷായെ മുസൽമ എന്നൊക്കെയാണ് തുർക്കി സുൽത്താനെ മുസ്ലിം മാധ്യമങ്ങൾ അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. മുസ്ലിങ്ങൾ തുർക്കി തൊപ്പി ധരിച്ചു തുടങ്ങിയത് സുൽത്താനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് യുപിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ പീറ്റർ ഹാഡി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ തുർക്കി ഖിലാഫത്തിൻ്റെ പ്രവിശ്യയിലുള്ള ക്രിസ്തീയ ന്യൂനപക്ഷം തുർക്കി ഖിലാഫത്തിനെതിരെ പ്രക്ഷോഭം തുടങ്ങിയ സമയത്ത് അന്നത്തെ സുൽത്താനായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് തൻ്റെ കുറച്ച് പ്രതിനിധികളെ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സഹായം തേടിയപ്പോൾ അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് തുർക്കി ഖിലാഫത്തുമായുള്ള ബന്ധത്തെ കൂടുതൽ അത് ശക്തമാക്കുകയുണ്ടായി. അതിനുശേഷം ഇവിടുത്തെ ജുമുഅ ഖുതുബകളിൽ തുർക്കി ഖലീഫയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടന്നിരുന്നു. അതുപോലെ തന്നെ ദയൂബന്ദിലെയും ഫിറങ്കി മഹലിലെയും പണ്ഡിതന്മാരെല്ലാം തുർക്കി ഖിലാഫത്തിനെ അംഗീകരിച്ചിരുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ തുർക്കി ഖിലാഫത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉയർന്നു വന്ന പാൻ ഇസ്ലാമിസം എന്നുള്ള, അതായത് എല്ലാ മുസ്ലിങ്ങളും ഒന്നാണെന്നുള്ള, മുസ്ലിങ്ങളെല്ലാം എവിടെയുള്ള മുസ്ലിങ്ങളാണെങ്കിലും അവരെല്ലാം സംഘടിക്കണമെന്നുള്ള പാൻ ഇസ്ലാമിസം എന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിപ്പിച്ച ആ ആശയം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അന്ന് ഈ ഫിറങ്കി മഹൽ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ദയൂബന്ദിലെ പണ്ഡിതന്മാരുമെല്ലാം അതിനെ സ്വീകരിച്ചിരുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനി 1857 അതുപോലെ തന്നെ 1879 2 തവണ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ട് പാൻ ഇസ്ലാമിസത്തിനു വേണ്ടി അദ്ദേഹം ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളുമായി ചർച്ച നടത്തുകയും അതിൻ്റെ ഫലമായി കൊണ്ടെല്ലാമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് തുർക്കി ഖിലാഫത്തിനോടുള്ള ആ ഒരു അനുഭാവം ഉണ്ടായിത്തീരുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് തുർക്കി ഖിലാഫത്തിനെ തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ ശക്തികൾ കരുക്കൾ നീക്കുന്നത്. അങ്ങനെ ഗ്രീസിൽ കലാപമുണ്ടായി. ഗ്രീസ് തുർക്കി ഖിലാഫത്തിൽ നിന്ന് നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ 1830 ഫ്രാൻസ് അൾജീരിയ പിടിച്ചടക്കി. 1911 ലിബിയയെ ഇറ്റലി കീഴടക്കി. 1912 ബാൾക്കൻ സ്റ്റേറ്റുകൾ പ്രക്ഷോഭം തുടങ്ങുകയും യൂറോപ്യൻ ശക്തികളുടെ സഹായത്തോടെ തുർക്കി ഖിലാഫത്തിൽ നിന്ന് മോചനം നേടുകയുമുണ്ടായി. ഇങ്ങനെ തുർക്കി ഖിലാഫത്തിനെ ക്ഷീണിപ്പിക്കുന്ന തരത്തിൽ ബ്രിട്ടനും അതുപോലെ തന്നെ യൂറോപ്യൻ ശക്തികളുമെല്ലാം മുന്നോട്ട് പോയപ്പോൾ ഇവിടെ അതിനെതിരെ നമ്മുടെ ഫിറങ്കി മഹൽ പണ്ഡിതന്മാരും ദയൂബന്ദി പണ്ഡിതന്മാരും അതിനെതിരെ സംഘടിക്കുകയും അതിൻ്റെ എല്ലാം ഫലമായി കൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ഖിലാഫത്തിന് പരാജയം പറ്റിയതോടെ അതിൻ്റെ എല്ലാം ഫലമായി കൊണ്ടാണ് ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് അൽ ഹസനും അതുപോലെ തന്നെ ഹലി സഹോദരന്മാരുമെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്നുള്ള ആ ഒരു സംഭവം ഇവിടെ പിറക്കുന്നത്. ഗാന്ധിജി ഈ ഒരു മുസ്ലിങ്ങളുടെ തുർക്കി ഖിലാഫത്തിനോടുള്ള ഈ കമ്മിറ്റ്മെൻറ്റിനെ വളരെ പോസിറ്റീവായി ഉപയോഗിച്ചുകൊണ്ട് തുർക്കി ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിന് ശക്തി പകരുകയും അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ആ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്നുള്ള ആ പ്രസ്ഥാനം ഒരുപാട് ശക്തി പകരുകയുമുണ്ടായി. ഒരുപക്ഷേ ഇന്ന് പലരും പറയുന്നുണ്ട് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഒരിക്കലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല, അത് മുസ്ലിങ്ങൾ അവരുടേതായ ഒരു നേട്ടത്തിന് വേണ്ടി നടത്തിയ ഒരു മൂവ്മെൻറ്റാണ് എന്ന് പറയാറുണ്ട്. ഒരുപക്ഷേ ആദ്യമായിട്ട് ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിച്ചത് ഖിലാഫത്ത് മൂവ്മെൻ്റ് ആയിരുന്നു. അക്കാലം വരെ കോൺഗ്രസും അതുപോലെ തന്നെ ഗാന്ധിജിയുമെല്ലാം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർക്ക് കീഴിലുള്ള ഒരു രാജ്യമായിക്കൊണ്ട് ഒരു പുത്രികാ പദവി നൽകിയാൽ മതി എന്ന് ആവശ്യപ്പെട്ടിരുന്നൊരു സാഹചര്യത്തിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരാണ് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അഹമ്മദാബാദിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മൗലാന ഹസ്രത്ത് മോഹാനി പൂർണ്ണ സ്വരാജിന് വേണ്ടി നാം പോരാടണമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി അതിനെ എതിർക്കുകയുണ്ടായി. അങ്ങനെ ഖിലാഫത്ത് മൂവ്മെൻറ്റ് വളരെയധികം വ്യാപകമായിക്കൊണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിക്കുകയും കേരളത്തിലെല്ലാം അതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുമുണ്ടായി. എന്നാൽ ഈ സമയത്ത് ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിറളി പൂണ്ടുകൊണ്ട്
അന്നത്തെ ഹിന്ദു വർഗീയവാദികൾ കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടാക്കുകയും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ അടക്കമുള്ള വർഗീയ ലോബികൾ ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാൻ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ കാണിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായിക്കൊണ്ട് ഗാന്ധിജി ഖിലാഫത്ത് മൂവ്മെൻറ്റിൽ നിന്ന് പിന്മാറുകയുമുണ്ടായി. അതുപോലെ തന്നെ 1924 മുസ്തഫ കമാൽ പാഷ അല്ലെങ്കിൽ അത്താതുർക്ക് തുർക്കി ഖിലാഫത്തിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് അവിടെ സെക്കുലർ ടർക്കിയുടെ ഉദയവും ഉണ്ടായതോടെ തുർക്കി ഖിലാഫത്ത് എന്നുള്ള അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്നുള്ള ആ ഒരു വളരെയധികം വൈബ്രൻ്റായ ആ ഒരു പ്രസ്ഥാനത്തിന് അന്ത്യശ്വാസം വലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയുമുണ്ടായി. ഇതാണ് തുർക്കി ഓട്ടോമൻ എംപയർ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് നൽകുന്നത്. ഒരുപക്ഷെ ഓട്ടോമൻ എംപയർ പോലും ആലോചിക്കാത്ത തരത്തിൽ മുസ്ലിം ഉമ്മ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ തുർക്കി ഖിലാഫത്തിനോട് ഐകദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വളരെ വൈബ്രൻ്റ് ആയിക്കൊണ്ടുള്ള ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തമുണ്ടായത്. ഏതായാലും ഇത്തരം വിഷയങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ പറ്റിയെല്ലാം ഒരുപാട് ആരോപണങ്ങളുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം വർഗീയവാദത്തിനാണ് വഴിവെച്ചത്, അല്ലെങ്കിൽ അത് ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ ഭാഗമല്ല എന്നെല്ലാമുള്ള ഒരുപാട് ചരിത്രപരമായ തെറ്റുകൾ വ്യാപിച്ച ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇത്തരം ചരിത്ര സത്യങ്ങൾ ചികഞ്ഞെടുത്തുകൊണ്ട് സത്യം പുറത്തു കൊണ്ടുവരാൻ നാം എല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും.